Welcome to Analysis by NRD. Today we will discuss about the topic Ignou, MA Psychology, Personality Theories and Assessment, Block 1, Unit 2, Part 5 video. So let's start. Eysencks Type or Trait Hierarchy. British psychologist Hans Eysencks, 1990, had a strong belief that personality is largely determined by genes and that the environmental factors have very little role to play in it. ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഹാൻസ് ഐസെങ്ക് 1990 അദ്ദേഹത്തിന് സ്ട്രോങ് ബിലീഫ് ഉണ്ടായിരുന്നു പേഴ്സണാലിറ്റിയിൽ. സോ അതിനകത്ത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിന് വളരെ കുറച്ച് റോള് മാത്രമാണുള്ളത്. കൂടുതലായിട്ടും ജീനിലാണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വളരെ കുറച്ച് റോള് മാത്രമാണ് അതിനകത്ത് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിലീഫ്. He opined that personality is more or less stable and enduring organization of a person's character, temperament, intellect and physique. അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കൂടുതലോ അല്ലെങ്കിൽ കുറവോ സ്റ്റേബിൾ ആയിരിക്കാം. അത് സ്വാധീനിക്കുന്നത് ഓർഗനൈസേഷൻ ഓഫ് പേഴ്സൺസ് ക്യാരക്ടർ, അതുപോലെ ടെമ്പറാമെൻറ്റ് ഗുണവിശേഷം. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്വഭാവം, ടെമ്പറാമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗുണവിശേഷം, ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി, അതുപോലെ ഫിസിക് നമ്മുടെ ബോഡി സ്ട്രക്ചർ. So in this definition, he has emphasized upon traits, stable and enduring characteristics, which when clustered together constitute a type. സോ അദ്ദേഹം പറയുന്നത് ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ട്രേറ്റ് മാത്രമല്ല, ക്ലസ്റ്റർ ഓഫ് ട്രേറ്റ്സ് കൂടി ചേരുന്ന സമയത്ത് അതൊരു ടൈപ്പായിട്ട് മാറുകയാണെന്നുള്ളതാണ്. സോ അദ്ദേഹം എന്താ പറയുന്നത്, ഒരുപാട് ട്രേറ്റ്സ് കൂടി ചേരുമ്പോൾ അതൊരു ടൈപ്പായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ആ ഒരു തിയറിയിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. സോ അദ്ദേഹം ട്രേറ്റിൽ നിന്നും ഒരു ടൈപ്പിലേക്ക് എത്തുകയാണ്. ഒരുപാട് ട്രേറ്റ്സ് കൂടി ചേർന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആയിട്ട് മാറുകയാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിയറി പറയുന്നത്. സോ ഐസെങ്ക്സ് വ്യൂ പോയിന്റ് ഈസ് പേഴ്സണാലിറ്റി ഈസ് ഹൈറാർക്കിക്കലി ഓർഗനൈസ്ഡ്. അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റ് അനുസരിച്ച് പേഴ്സണാലിറ്റി ഹൈറാർക്കിക്കലി ഓർഗനൈസ് ചെയ്തിരിക്കുന്നതാണ്. സോ കൺസിസ്റ്റിംഗ് ഓഫ് ടൈപ്സ്, ട്രൈറ്റ്സ് ആൻഡ് ഹാബിറ്റ്സ്. അതിൻ്റെ ഓർഗനൈസേഷൻ, അതായത് ടൈപ്സും ട്രേറ്റ്സും ഹാബിറ്റ്സിൻ്റെയും ഓർഗനൈസേഷൻ അനുസരിച്ച് ഒരു ഹൈറാർക്കിക്കലി ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വ്യൂ പോയിന്റ് അദ്ദേഹം പേഴ്സണാലിറ്റിയുടെ ഒരു വ്യൂ പോയിന്റ് ആയിട്ട് പറയുന്നത്. സോ അറ്റ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ഐസെങ്ക്സ് ഹൈറാർക്കി ആർ ദ സിംഗിൾ റെസ്പോൺസസ് ലൈക്ക് ആക്ഷൻ ഓർ തോട്ട്സ്. സോ അദ്ദേഹത്തിൻ്റെ ഹൈറാർക്കി അനുസരിച്ച് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്നത്, അതായത് താഴെയായിട്ട് വരുന്നത് ഏതാണ്, സിംഗിൾ റെസ്പോൺസസ് ആണ്. സിംഗിൾ റെസ്പോൺസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻസ് അല്ലെങ്കിൽ തോട്ട്സിൻ്റെ സിംഗിൾ റെസ്പോൺസസ്, ഒറ്റ പ്രാവശ്യം മാത്രം റെസ്പോണ്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ആക്ഷൻസോ അല്ലെങ്കിൽ തോട്ട്സോ, അതാണ് അദ്ദേഹത്തിന്റെ ലോവസ്റ്റ് ലെവൽ ഓഫ് ഹൈറാർക്കിയിൽ പറയുന്നത് ഐസെങ്ക്. സോ റെഗുലർലി ഒക്കറിംഗ് റെസ്പോൺസസ് ഫ്രം ഹാബിറ്റ്സ് ആൻഡ് റിലേറ്റഡ് ഹാബിറ്റ്സ് ഫ്രം ട്രേറ്റ്സ് ആൻഡ് സെവറൽ ട്രേറ്റ്സ് ക്ലസ്റ്റേർഡ് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് എ ടൈപ്പ് ഓർ ആൾസോ നോൺ ആസ് സൂപ്പർ ഫാക്ടേഴ്സ്. ഒരു ആക്ഷൻ നമ്മൾ ഒരു പ്രാവശ്യമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ അദ്ദേഹം ലോവസ്റ്റിലാണ് കൊടുത്തത്. സോ ഹൈറാർക്കിയിൽ 4 രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും ലോവസ്റ്റ് ലെവൽ അദ്ദേഹം പറയുന്നത് സിംഗിൾ റെസ്പോൺസസ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി എക്സ്ട്രോവേർട്ട് ആണ് എന്ന് വിചാരിക്കുക. സോ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഏറ്റവും താഴെയുള്ള ലെവൽ എന്ന് പറയുന്നത്, ആദ്യം ആ ഒരു വ്യക്തി എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം, കുട്ടികളുടെ കൂടെ പുറത്തു പോകണം. അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു പ്രാവശ്യം ഡിന്നറിന് പുറത്തു പോകണം എന്ന് വിചാരിക്കാം. സോ അവരെന്ത് ചെയ്യാണ്, ആ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഡിന്നറിന് പോവാണ്. സോ ഒരു പ്രാവശ്യമാണ് ആദ്യം പോയത്. സോ അതിനെ നമ്മൾ ലോവർ ലെവലിൽ കൊടുക്കും. സോ നെക്സ്റ്റ് അദ്ദേഹം റെഗുലർലി ഒക്കറിങ് ചെയ്യുന്ന റെസ്പോൺസസ് ആണെങ്കിൽ, സോ റെഗുലർലി ആ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ പോവാണ്. അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുകയാണ്. സോ അതാണ് സെക്കൻഡ് ആയിട്ട് പറയുന്നത്. പിന്നീട് എന്ത് ചെയ്യാണ്, റിലേറ്റഡ് ഹാബിറ്റ്സ് ഫ്രം ട്രേറ്റ്സ്. അത് ട്രേറ്റ് ആയിട്ട് മാറുന്ന എപ്പോഴാണ്, അവരെന്ത് ചെയ്യാണ്, റെഗുലർലി ഇത് തന്നെ ഒക്കർ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം, ഹാബിറ്റ് ആണെന്ന് പറയാം. സോ അതെന്ത് ചെയ്യും, സെക്കൻഡിൽ വരും. സോ തേർഡിൽ ഏതാ വരുന്നത്, റിലേറ്റഡ് ഹാബിറ്റ്സ് ഫ്രം ട്രേറ്റ്സ്. അത് റിലേറ്റഡ് ഹാബിറ്റ്സ് എന്ത് ചെയ്യാണ്, ട്രേറ്റ് ആയിട്ട് മാറുകയാണ്. അതായത് ആ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, ഡിന്നറിന് മാത്രമല്ല ആഫ്റ്റർനൂൺസിലും എല്ലാം എന്ത് ചെയ്യാണ്, ആ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ അതൊരു ട്രേറ്റ് ആണ് അല്ലേ. സോ തേർഡ് ഫേസ് എന്താണ്, ട്രേറ്റ് ആയിട്ട് മാറുകയാണ്. സോ സെവറൽ ട്രേറ്റ്സ് ക്ലസ്റ്റർ ആയിട്ട് വരികയാണെങ്കിൽ, അതായത് ആ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, അവരുടെ കൂടെ ലഞ്ചിനും അല്ലാതെ ഡിന്നറിനും അതുപോലെ ബാക്കിയുള്ള ഒരുപാട് കാര്യത്തിന് എന്ത് ചെയ്യാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ കറങ്ങാൻ പോവാണ്. അതൊരു ഹാബിറ്റായി, പിന്നെ അതൊരു ട്രേറ്റായി, പിന്നെ ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് സോഷ്യലൈസേഷനിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് നമുക്കത് പറയാം, അതൊരു ടൈപ്പാണെന്ന് പറയാം. സോ 4 ഹൈറാർക്കിക്കൽ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. സിംഗിൾ റെസ്പോൺസ് ആകുമ്പോൾ ഒരു ആക്ഷനോ തോട്ട്സോ മാത്രം ഒരു പ്രാവശ്യം വരുന്ന സമയത്ത് അതിനെ നമുക്ക് എന്ത് പറയാം, നമുക്ക് ലോവസ്റ്റ് ലെവലായിട്ട് കൊടുക്കാം. റെഗുലർലി ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു ഹാബിറ്റായിട്ട് മാറുകയാണ്. വീണ്ടും വീണ്ടും ആ ഹാബിറ്റ്സ് ട്രേറ്റ് ആയിട്ട് മാറുന്ന എപ്പോഴാണ്, എല്ലാ കാര്യങ്ങൾക്കും
മറ്റുള്ള കുട്ടികളെ ആശ്രയിക്കുകയാണ്, അല്ലെങ്കിൽ പുറത്ത് പോയേ നടക്കുള്ളൂ, ആളുകളുടെ കൂടെ സോഷ്യലൈസേഷന് മാത്രമേ വരുള്ളൂ എന്നുള്ള രീതിയിലേക്ക് എത്തുകയാണ്. സോ സെവറൽ ട്രേറ്റ്സ് ക്ലസ്റ്റർ ആയിട്ട് വരികയാണ്. അതായത് എല്ലാ കാര്യത്തിനും ആളുകൾ വേണം, അല്ലെങ്കിൽ ജോയ്ഫുള്ളായിട്ട് നടക്കണം എന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, അതിനെ സൂപ്പർ ഫാക്ടർ അല്ലെങ്കിൽ ഒരു ടൈപ്പ് എന്ന് പറയാം. ഓക്കെ, സോ ആ രീതിയിലാണ് 4 രീതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അതിനെ ഹൈറാർക്കിക്കൽ രീതിയിൽ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. സോ ദിസ് ടൈപ്സ് ആർ മോസ്റ്റ് അബ്സ്ട്രാക്ട്. ഈ ഒരു ടൈപ്സ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ആണ്. ഫോളോഡ് ബൈ ട്രേറ്റ്സ് ആൻഡ് ദെൻ ബൈ ഹാബിറ്റ്സ് ആൻഡ് ദെൻ ഫൈനലി ബൈ റെസ്പോൺസസ് അറ്റ് ദ ബിഗിനിങ് ലെവൽ. ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് മോസ്റ്റ് അബ്സ്ട്രാക്റ്റ് ആണ്. സോ ഈ ഒരു ടൈപ്പിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് പറയാം ആ ഒരു വ്യക്തി എന്താണ്, എക്സ്ട്രോവേർട്ട് ആണ് എന്ന് പറയാം. ഈ ഒരു എക്സ്ട്രോവേർട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ആദ്യം ആ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, കുട്ടികളുടെ കൂടെ എന്ത് ചെയ്യാണ്, ഡിന്നർ കഴിക്കുകയാണ് അല്ലെങ്കിൽ ലഞ്ച് കഴിക്കുകയാണ്. സോ അതാണ് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. വീണ്ടും എന്ത് ചെയ്യാണ്, അതൊരു ഹാബിറ്റായിട്ട് മാറുകയാണ്. ആ ഒരു വ്യക്തി കുട്ടികളുടെ കൂടെ മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു ഹാബിറ്റായിട്ട് മാറുകയാണ്. പിന്നീട് അത് എന്ത് ചെയ്യാണ്, അതൊരു ട്രേറ്റ് ആയിട്ട് മാറുകയാണ്. ലഞ്ചിന് മാത്രമല്ല ഡിന്നറിനും പിന്നെ അവരെന്ത് ചെയ്യാണ്, വീക്കിലി അവർ കാണണം, അവർക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, അതൊക്കെ എന്താണ്, ഒരു ട്രേറ്റ് ബിഹേവിയർ ആയിട്ട് മാറുകയാണ്. പിന്നീട് എന്താണ്, എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യണം, ആളുകളെ വേണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് അവരെ നമുക്ക് എന്ത് പറയാം, അവർ എക്സ്ട്രോവേർട്ട് ആണ് എന്ന് പറയാം. പുറത്തൊക്കെ പോയി ജോയ്ഫുൾ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാം. സോ അതാണ് ഇതിനകത്ത് പറയുന്നത്. മോസ്റ്റ് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളതിൽ എന്താണ്, ടൈപ്പാണ്. ഏറ്റവും മേലെ വരുന്ന ആരാണ്, ടൈപ്പാണ്. ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ വരുന്നത് ആരായിരുന്നു, സിംഗിൾ റെസ്പോൺസസ് ആയിരുന്നു. ഇതിന്റെ ടൈപ്പായിട്ട് വരുന്നത് അബ്സ്ട്രാക്റ്റ് ആണ്, അതായത് ഏറ്റവും മേലെ ഉള്ളതാണ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രോവേർട്ട് ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആ ഒരു വ്യക്തി പ്രവർത്തിക്കുന്നത്. ആരുടെ കൂടെയും എന്ത് ചെയ്യില്ല, മിങ്കിൾ ചെയ്യില്ല, ഒറ്റയ്ക്ക് എല്ലാം കാര്യങ്ങളും ചെയ്യും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഇൻ ഫാക്ട് ഈച്ച് ഓഫ് ദ ടൈപ്പ് കൺസെപ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ എ സെറ്റ് ഓഫ് ഒബ്സർവ്ഡ് ഇന്റർ കോറിലേഷൻ അമംഗ് വേരിയസ് ട്രേറ്റ്സ്. സോ ഒരു ടൈപ്പ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ബേസ് ചെയ്യുന്നത് ഒരുപാട് ഒബ്സർവേഷനിലൂടെയാണ്. ഒരുപാട് ഇന്റർ കോറിലേഷൻ ഉണ്ട് ഈ ഒരു വേരിയസ് ട്രേറ്റിൻ്റെ തമ്മിൽ. സോ അദ്ദേഹം പറയുന്നത് ഈ ട്രേറ്റുകൾ തമ്മിലൊക്കെ എന്തുണ്ട്, കോറിലേറ്റഡ് ആയിട്ടുള്ള ട്രേറ്റ്സ് ആണെന്നാണ് പറയുന്നത്. ഓരോ ട്രേറ്റും വേറിട്ട് നിൽക്കുന്നതല്ല, പരസ്പരം വേർപ്പെടാതെ കൊറിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ട്രേറ്റ്സിനെ കുറിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. സോ സെറ്റ് ഓഫ് ഒബ്സർവ്ഡ് ഇന്റർ കോറിലേഷൻ അമംഗ് ദ വേരിയസ് ട്രേറ്റ് ആണ് എന്ത് ഈ ടൈപ്പ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു ക്ലസ്റ്റർ ഓഫ് കോറിലേറ്റഡ് ട്രേറ്റ്സ് കൂടി ചേർന്നാണ് ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഈച്ച് ട്രേറ്റ് ഈസ് ഇൻഫേർഡ് ഫ്രം ഇന്റർ കോറിലേഷൻ അമംഗ് ഹാബിച്വൽ റെസ്പോൺസസ്. സോ ഓരോ ട്രേറ്റും ഇൻഫേർഡ് ചെയ്യുന്ന എന്താണ്, ഇന്റർ കോറിലേഷൻ അമംഗ് ഹാബിച്വൽ റെസ്പോൺസസ്. സോ ഇതിന്റെ ഹാബിച്വൽ റെസ്പോൺസസ് എന്താണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ട്രേറ്റുകൾ നമ്മൾ ഏത് ടൈപ്പാണ്, ഏത് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണെന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ ഹാബിറ്റായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇന്റർ കണക്ഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ടൈപ്പായിട്ട് നമുക്കതിനെ ഇൻട്രോവേർട്ട് എന്ന് ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ കൂടുതലായിട്ടും സോഷ്യലൈസേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൺക്ലൂഷനായിട്ട് ഏറ്റവും മേലെയുള്ള ഹൈറാർക്കി ആയിട്ടുള്ള ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രോവേർട്ട് എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ അദ്ദേഹം പറയുന്നത്. ഹാബിച്വൽ റെസ്പോൺസസ് ആർ ഇൻ ടേൺ ബേസ്ഡ് അപ്പോൺ സ്പെസിഫിക് ഒബ്സർവബിൾ റെസ്പോൺസസ്. സോ ഹാബിച്വൽ റെസ്പോൺസ് എന്ന് ബേസ് ചെയ്യുന്നത് സ്പെസിഫിക് ഒബ്സർവബിൾ റെസ്പോൺസ് അനുസരിച്ചാണ്. ഏതൊരു വ്യക്തിയുടെയും ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് ഒബ്സർവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവരുടെ ഹാബിച്വൽ റെസ്പോൺസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ബേസ് ചെയ്തിരിക്കുന്നത് അവരുടെ റെസ്പോൺസ് അനുസരിച്ചാണ്. ഓരോ വ്യക്തികളുടെയും വ്യത്യസ്തമായിട്ടുള്ള റെസ്പോൺസുകളാണ്. അത് ഒബ്സർവ് ചെയ്യുമ്പോഴാണ് അവർ ഏത് പേഴ്സണാലിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദിസ് ദ എൻറ്റയർ പ്രോസസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ത്രൂ ആൻ എക്സാമ്പിൾ. സോ ഇതെല്ലാം നമുക്ക് ഈ ഒരു പ്രോസസ് എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു എക്സാമ്പിളിലൂടെ. ഇറ്റ് ഈസ് നോൺ ദാറ്റ് എക്സ്ട്രോവേർഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ഒബ്സർവർ ഇന്റർ കോറിലേഷൻ അമംഗ് ദ ട്രേറ്റ്സ് ലൈക്ക് ലിവ്ലിനെസ്, സോഷ്യബിലിറ്റി, ആക്ടിവിറ്റി ആൻഡ് എക്സൈറ്റബിലിറ്റി. സോ ഒരു എക്സാമ്പിളായിട്ട് ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാവേർഷൻ നമുക്ക് ബേസ് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, കൊറിലേഷൻ അമംഗ് ദ ട്രേറ്റ്സ് ലൈക്ക് ലൈവ്ലിനെസ്. സോ ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇതിനകത്ത്, ലൈവ്ലിനെസ് ഉണ്ട്, സോഷ്യബിലിറ്റി ഉണ്ട്, ആക്ടിവിറ്റി ഉണ്ട്, എക്സൈറ്റബിലിറ്റി ഉണ്ട്. ഇതൊക്കെ വേറെ വേറെ ട്രേറ്റ് ആണ്, പക്ഷേ ഇതെല്ലാം എന്താണ്, കോറിലേറ്റഡ് ആണ് അല്ലേ. സോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, കോറിലേറ്റഡ് ആയിട്ടുള്ള ട്രേറ്റ്സ് ആണ്. ഇതിൻ്റെ എല്ലാം ക്ലസ്റ്റർ ഓഫ്, അതായത് കൂടിച്ചേരലുകളാണ് എന്ത് ടൈപ്പ് എന്ന് പറയുന്നത്. സോ ഒരു എക്സ്ട്രാവേർഷൻ എന്ന് പറഞ്ഞൊരു ടൈപ്പിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതൊക്കെ ട്രേറ്റ്സ് വേണം, ലൈവ്ലിനെസ് വേണം, സോഷ്യബിലിറ്റി വേണം, ആക്ടിവിറ്റി വേണം, എക്സൈറ്റബിലിറ്റി വേണം. സോ ഈ ഒരു ട്രേറ്റ്, ഈ ഒരു ക്ലസ്റ്റർ ഓഫ് ട്രേറ്റ്സ് കൂടിച്ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാവേർഷൻ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഉണ്ടാകുന്നത്. സോ ഈ ഒരു 4 ഹൈറാർക്കിക്കൽ രീതിയിലൂടെയാണ് എക്സ്ട്രാവേർഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ആദ്യം സിംഗിൾ ആക്ഷൻ ആയിരിക്കും, പിന്നീട് അതൊരു ഹാബിച്വൽ ആക്ഷൻ ആയിരിക്കും, പിന്നെ അതൊരു ട്രേറ്റ് ആക്ഷൻ ആയിരിക്കും, പിന്നെ അതൊരു ടൈപ്പ് ആക്ഷൻ ആയിട്ട് മാറാണ്. സോ അതാണ് ടൈപ്പായിട്ട്, എക്സ്ട്രാവേർഷൻ ടൈപ്പായിട്ട് മാറാണ്. ഓക്കെ, ഈച്ച് ഓഫ് ദീസ് ട്രേറ്റ് ഈസ് ഇൻഫേർഡ് ഫ്രം ഇന്റർ കോറിലേഷൻ അമംഗ് ഹാബിച്വൽ റെസ്പോൺസസ് സച്ച് ആസ് ഫോർ ഇൻസ്റ്റൻസ് ഗോയിങ് ടു ക്ലബ്, liking to talk with people, taking part in any social activity on the spur of the moment and so forth. സോ ഈ ഒരു ട്രേറ്റ് എല്ലാം ഇൻഫർ ചെയ്യുന്ന എന്താണ്, ഇന്റർ കോറിലേഷൻ അമംഗ് ദ ഹാബിച്വൽ റെസ്പോൺസസ്. അതായത് ഹാബിച്വൽ റെസ്പോൺസസ് ലൈക്ക്, അതായത്
ഡെയിലി പോകുന്ന അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇവർക്ക് എന്ത് ചെയ്യണം, ഡെയിലി ഇവർക്ക് ആരെങ്കിലും കാണണം, അവർക്ക് ക്ലബിലേക്ക് പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോട് സംസാരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതലായിട്ടും ഹാബിച്വലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ എക്സ്ട്രാവേർഷൻ എന്ന് പറയാൻ പറ്റും. സോ ദീസ് ഹാബിറ്റ്സ് ആർ ദംസെൽവ്സ് ഇൻഫേർഡ് ഫ്രം സം ഒബ്സർവബിൾ സ്പെസിഫിക് റെസ്പോൺസസ് ലൈക്ക് റിയൽ ഒക്കേഷൻ വെർ ദ പേഴ്സൺ ആക്ച്വലി വെന്റ് ടു ക്ലബ്, ടോക്ക്ഡ് വിത്ത് പീപ്പിൾ, പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ എക്സെട്ര. സോ ഈ ഹാബിറ്റ്സ് എല്ലാം അവർക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അവരെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സ്പെസിഫിക് റെസ്പോൺസുകൾ നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് റിയൽ ഒക്കേഷൻ വെർ ദ പേഴ്സൺ ആക്ച്വലി വെന്റ് ടു ക്ലബ്, ടോക്ക്ഡ് വിത്ത് പീപ്പിൾ, പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഒരു എക്സ്ട്രാവേർഷനായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. Based upon numerous factors analysis on personality, data gathered from different population, Eysencks derived two major factors or dimensions of personality. അദ്ദേഹം ഒരുപാട് ഫാക്ടേഴ്സ് അനാലിസിസ് ചെയ്തു. അതിൻ്റെ ബേസിസിൽ അദ്ദേഹം എന്ത് ചെയ്തു, പേഴ്സണാലിറ്റിൻ്റെ ഒരുപാട് ഡാറ്റാസ് എന്ത് ചെയ്തു, കളക്ട് ചെയ്തു ഡിഫറെൻറ്റ് പോപ്പുലേഷനിൽ നിന്നും. സോ അദ്ദേഹം എന്ത് ചെയ്തു, രണ്ട് മേജർ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് പേഴ്സണാലിറ്റിനെ ഡിറൈവ് ചെയ്തു. ഒന്നാമത്തതാണ് എക്സ്ട്രാവേർഷൻ വേഴ്സസ് ഇൻട്രോവേർഷൻ, രണ്ടാമത്തത് ന്യൂറോട്ടിസിസം വേഴ്സസ് സ്റ്റെബിലിറ്റി. Later on the basis of this statistical analysis, he postulated a third dimensions. സോ അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു, പോസ്റ്റുലേറ്റ് ചെയ്തു മറ്റൊരു ഡയമെൻഷൻ, അതാണ് സൈക്കോട്ടിസം വേഴ്സസ് ഇമ്പൾസ് കൺട്രോൾ. സോ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ദീസ് ത്രീ ഡയമെൻഷൻസ് അക്കോർഡിംഗ് ടു ഐസെങ്ക് ആർ ദ മേജർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ടൈപ്സ് കൺസിഡേർഡ് മോസ്റ്റ് യൂസ്ഫുൾ ഇൻ ഡിസ്ക്രൈബിംഗ് പേഴ്സണാലിറ്റി ഫംഗ്ഷനിങ്. To measure these three dimensions of personality, Eysencks developed a paper and pencil test. The latest version of the test has been named as Eysencks Personality Questionnaire (EPQ). സോ ഈ ത്രീ ഡയമെൻഷൻസ് വെച്ചിട്ട് അദ്ദേഹം പേഴ്സണാലിറ്റീനെ എന്ത് ചെയ്യാണ്, മെഷർ ചെയ്യാണ്. സോ ഐസെങ്ക് എന്ത് ചെയ്തു, ഒരു പേപ്പർ പെൻസിൽ ടെസ്റ്റ് നടത്തി. സോ അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ട് ഐസെങ്ക് പേഴ്സണാലിറ്റി ക്വസ്റ്റനെയർ അഥവാ EPQ എന്ന രീതിയിൽ എന്ത് ചെയ്തു, ഒരു ക്വസ്റ്റനെയർ ഫോം ചെയ്തിട്ടുണ്ട്. സോ എക്സ്ട്രാവേർഷൻ വേഴ്സസ് ഇൻട്രോവേർഷൻ, ന്യൂറോട്ടിസം വേഴ്സസ് സ്റ്റെബിലിറ്റി, സൈക്കോട്ടിസം വേഴ്സസ് ഇമ്പൾസ് കൺട്രോൾ, ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. ഒന്നാമതാണ് എക്സ്ട്രാവേർഷൻ വേഴ്സസ് ഇൻട്രോവേർഷൻ. സോ ഈ ഒരു മൂന്ന് ഡയമെൻഷൻസ് വെച്ച് നമുക്ക് പേഴ്സണാലിറ്റി ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ എക്സ്ട്രാവേർഷൻ ഓർ ഇൻട്രോവേർഷൻ. Extraversions are individuals who are sociable and impulsive and who like excitement and oriented toward external reality. Extrovert individuals ആരായിരിക്കും, സോഷ്യബിൾ ആയിരിക്കും, സോഷ്യലി അവരെപ്പോഴും കമ്മിറ്റഡ് ആയിരിക്കും, അതുപോലെ ഇമ്പൾസീവ് ആയിരിക്കും, അവർക്ക് എപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, അവർക്ക് എപ്പോഴും എക്സ്റ്റേണൽ റിയാലിറ്റി ആയിട്ടായിരിക്കും അവർ എന്ത് ചെയ്ത് കണക്റ്റഡ് ആയിട്ടുണ്ടാവാം. സോ അവർക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരിക്കലും ഇഷ്ടമുണ്ടായിരിക്കില്ല, അവർക്ക് എപ്പോഴും പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു രീതിയിലായിരിക്കും അവരുണ്ടാവുക. സോ ഇൻട്രോവേർട്സ് ആർ ഇൻട്രോസ്പെക്റ്റീവ് പേഴ്സൺസ് ഹു ആർ മോർ ഓറിയൻറ്റഡ് ടുവേർഡ് ഇന്നർ റിയാലിറ്റി ആൻഡ് ടെൻഡ് ടു എക്സിബിറ്റ് പ്രിഫറൻസസ് ടുവേർഡ്സ് ആസ് വെൽ ഓർഡേർഡ് ലൈഫ്. സോ അവരെപ്പോഴും ഓർഡേർഡ് ലൈഫിലുള്ളവരായിരിക്കും ആര്, ഇൻട്രോവേർട്ടേഴ്സ്. അവരെപ്പോഴും ഇൻട്രോസ്പെക്റ്റീവ് പേഴ്സൺസ് ആയിരിക്കും, അവർക്ക് എപ്പോഴും ഓറിയൻറ്റേഷൻ വരുന്നത് ഇന്നർ റിയാലിറ്റിയിലേക്കായിരിക്കും, അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവർക്ക് എപ്പോഴും ശരികളും. അതുപോലെ അവർക്ക് മറ്റുള്ള കാര്യങ്ങളിലൊന്നും കൂടുതലായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നൊന്നും ഇഷ്ടമുണ്ടാവില്ല. അവർ സോഷ്യബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇമ്പൾസീവ് ആയിരിക്കില്ല. ചിലപ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ കുറവായിരിക്കും. അവർക്ക് ആ ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും, പക്ഷെ അവർ എന്ത് ചെയ്യില്ല, കൂടുതലായിട്ടും ഇൻട്രോവേർട്ട് ബിഹേവിയർ ഉള്ളവരായിരിക്കും. അവരുടെ പ്രിഫറൻസ് എപ്പോഴും വരുന്നത് ഓർഡേർഡ് ലൈഫിലേക്കായിരിക്കും. സോ ന്യൂറോട്ടിക്സ് ആർ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സൺസ്. ന്യൂറോട്ടിക്സ് എന്ന് പറയുന്ന ആരാണ്, ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദ ഹാൾമാർക്ക് ഓഫ് മോസ്റ്റ് ന്യൂറോട്ടിക്സ് ഈസ് ദാറ്റ് ദേ എക്സിബിറ്റ് ആൻ ആങ്സൈറ്റി ലെവൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ടു ദ റിയാലിറ്റീസ് ഓഫ് ദ സിറ്റുവേഷൻ. സോ ഓരോ സിറ്റുവേഷനിലും അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക, അതിനെല്ലാം എക്സിബിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ ഒരു രീതിയിലായിരിക്കും ന്യൂറോട്ടിക്സ് ബിഹേവിയർ ഉള്ളവർ. സോ ന്യൂറോട്ടിസം എന്ന് പറഞ്ഞാൽ അത് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ന്യൂറോട്ടിക്സ് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ളവരുണ്ട്. സോ അവർക്ക് അവരുടെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺസ് ആയിരിക്കും, അവർ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും. സോ അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ. സോ റിയാലിറ്റിയിൽ ഏത് സിറ്റുവേഷൻ വരുമ്പോഴും അവർക്ക് എങ്ങനെ അതിനെ നേരിടണം എന്നുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാവില്ല. സോ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സം ന്യൂറോട്ടിക്സ് മേ എക്സിബിറ്റ് ഒബ്സെഷണൽ ഓർ ഇമ്പൾസീവ് സിംറ്റംസ് ആൻഡ് സം മേ ഷോ അൺറീസണബിൾ ഫിയർ ഓഫ് ഒബ്ജക്ട്സ്, പേഴ്സൺസ്, പ്ലേസസ് എക്സെട്ര. ചില ന്യൂറോട്ടിക്സ് പേഴ്സണാലിറ്റി ഉള്ളവർ എന്ത് ചെയ്യും, എക്സിബിറ്റ് ചെയ്യും ഒബ്സെഷണൽ ആയിട്ടുള്ള, അതായത് അവരുടേതായിട്ടുള്ള ഒബ്സെഷൻസ് ഉണ്ടാവും, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഇമ്പൾസീവ് സിംറ്റംസ്, അതായത് ഒരുപാട് സിംറ്റംസ് കാണിക്കും. ചിലർക്ക് ഭയങ്കരമായിട്ട് പേടി ഉണ്ടാവും ചില ഒബ്ജക്ട്സിനെ കാണുമ്പോൾ, ചില ആളുകളെ കാണുമ്പോൾ, ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ. ഇതെല്ലാം അവർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കും. ചില ന്യൂറോട്ടിക്സ് പേഴ്സണാലിറ്റീസ് ഉള്ളവർ എക്സിബിറ്റ് ചെയ്യുന്ന
ചില ഇമ്പൾസീവ് സിംറ്റംസ് ആണ്. ഫിയർ, അതുപോലെ ചില ആളുകളെ കാണുന്ന സമയത്ത് പേടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഹവർ ദർ ആർ ന്യൂറോട്ടിക്സ് ഹൂ ആർ ഫ്രീ ഫ്രം ദ ബേർഡൻ ഓഫ് ആങ്സൈറ്റി ആൻഡ് ഫിയർ, ആൻഡ് ഇൻ ദിസ് ഗ്രൂപ്പ് സൈക്കോപാത്സ് ആർ പ്ലേസ്ഡ് ഹൂ ഫെയിൽ ടു അസസ് ദ കൺസിക്വൻസസ് ഓഫ് ദീസ് ആക്ഷൻസ് ആൻഡ് ഹൂ ബിഹേവ് ഇൻ ആൻറ്റി സോഷ്യൽ മാനർ റിഗാർഡ്ലെസ് ഓഫ് ദ പണിഷ്മെൻറ്റ് ദേ ഗെറ്റ്. ആരൊക്കെയാണോ ഈ ഒരു ന്യൂറോട്ടിക്സിൽ നിന്നും, അതായത് ബേർഡൻ ഓഫ് ആങ്സൈറ്റിയിൽ നിന്നും, ഫിയറിൽ നിന്നും, അതായത് ഭയത്തിൽ നിന്നും, ടെൻഷനിൽ നിന്നും, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഫ്രീ ആവുന്നത്, അവർ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, അവരെല്ലാ കാര്യങ്ങളും അസസ് ചെയ്യാൻ തയ്യാറാവില്ല. അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് അവരുടെ ആക്ഷൻസും അവരുടെ ബിഹേവിയർ എല്ലാം ആൻറ്റി സോഷ്യൽ മാനറിലാവാൻ സാധ്യതയുണ്ട്. കാര്യം ഭയമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് കാര്യം ചെയ്യാൻ മടിക്കില്ല എന്നുള്ളതാണ്. അവർക്കൊരു ഭയം ഉണ്ടാവില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർക്ക് പണിഷ്മെൻറ്റ് ലഭിക്കാൻ കാരണമാവും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആകുന്ന സമയത്ത് അവർക്കൊരു ഭയം ഉണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും, എല്ലാ ബേർഡൻ ഓഫ് ആങ്സൈറ്റിയിൽ നിന്നും ഫിയറിൽ നിന്നൊക്കെ മോചിതരാകുന്ന ആളുകളുണ്ട്. സോ അവർക്കൊരു കാര്യത്തിനെ കുറിച്ചും ഭയം ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യാം, ആൻറ്റി സോഷ്യൽ മാനറിൽ ബിഹേവ് ചെയ്തേക്കാം. അത് അവർക്ക് ചിലപ്പോൾ പണിഷ്മെൻറ്റ് കിട്ടാൻ കാരണമായേക്കാം. ഓക്കെ, അടുത്താണ് സൈക്കോട്ടിസിസം വേഴ്സസ് ഇമ്പൾസ് കൺട്രോൾ. Psychotics are characterized by traits such as being insensitive to others, hostile, at times cruel and inhuman. Despite all the psychopathological traits, Eysencks believed that psychotics tended to be creative. He based his conclusion on his work with schizophrenics who gave many original response on the Rorschach test. സോ ഇതിനകത്ത് സൈക്കോട്ടിസം എന്ന് പറയുന്നത്, നമുക്ക് ശോഭനയുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, സൈക്കോട്ടിസിസം. സോ സൈക്കോട്ടിക്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അത് ഇൻസെൻസിറ്റീവ് ആയിരിക്കും, മറ്റുള്ളവരുമായിട്ട് ഇൻസെൻസിറ്റീവാണ്, ഹോസ്റ്റലാണ്, ചില സമയത്ത് ക്രൂവലായിട്ട് ഒരു ഇൻഹ്യൂമൻ ബിഹേവിയർ കാണിക്കും. മനുഷ്യതായിലെ ശോഭനയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, സോ അതൊക്കെ എന്താണ്, സൈക്കോട്ടിസം ഉള്ളതാണ്. സോ സൈക്കോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻസെൻസിറ്റീവ് ആയിരിക്കും മറ്റുള്ളവരുമായിട്ട്, അതായത് ക്രൂവൽ ബിഹേവിയറൊക്കെ കാണിക്കും അവസാനത്തിൽ. സൈക്കോട്ടിസം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ആണ്, അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ്. ഇമ്പൾസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാതെ നോർമലായിട്ട് നിൽക്കുന്ന ഒരു ഇമ്പൾസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവരാണ് ഇമ്പൾസ് കൺട്രോളുള്ള പേഴ്സണാലിറ്റി ഉള്ളവർ. പക്ഷേ സൈക്കോട്ടിസം ഉള്ള ആളുകൾ എന്തായിരിക്കും, ഭയങ്കരമായിട്ട് ക്രൂവലായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും, ഇൻഹ്യൂമൻ ബിഹേവിയറൊക്കെ കാണിക്കും ചില സമയങ്ങളിൽ. സോ ഡെസ്പൈറ്റ് ഓൾ ദ psychopathological traits, Eysencks believe that psychotics tend to be creative. അവർ ക്രിയേറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. സോ അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ വരുന്നത്, അദ്ദേഹം റോർഷാക്ക് ടെസ്റ്റിലൂടെ എന്ത് ചെയ്യാണ്, ഒരുപാട് ഒറിജിനൽ റെസ്പോൺസസ് കിട്ടിയതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നതിനെ കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്കിസോഫ്രീനിയ ഉള്ള ആളുകൾക്ക് ഹാലൂസിനേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ ഡെലൂഷൻസ് ഉണ്ടാവുക, ഒരു ഓർഗനൈസ്ഡ് തിങ്കിങ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ, സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും. അതുപോലെ സ്ലീപ്പ് പാറ്റേൺസിൽ വരുന്ന ചേഞ്ച്, അതുപോലെ പുവർ ഗ്രൂമിങ് ഓർ ഹൈജീൻ, അത് ഒരു ഗ്രൂമിങ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഹൈജീൻ ഇല്ലാതിരിക്കുക. അവരുടെ ബോഡി ലാംഗ്വേജും അതുപോലെ അവരുടെ ഇമോഷൻസൊക്കെ ചേഞ്ച് ആവുക, ഇതൊക്കെയാണ് സ്കിസോഫ്രെനിക്സ് ഉള്ള ആളുകളുടെ ലക്ഷണങ്ങൾ. സോ ഇതെല്ലാം അദ്ദേഹം റോർഷാക്ക് ടെസ്റ്റിലൂടെ എന്ത് ചെയ്തു, അതിൻ്റെ റെസ്പോൺസ് എല്ലാം മനസ്സിലായിക്കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സൈക്കോട്ടിസത്തിനെ കൺക്ലൂഷൻ ചെയ്യുന്നത്. സോ നമുക്കിതിൻ്റെ ബാക്കി ക്ലാസ് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇതുവരെ എടുത്ത് എല്ലാവർക്കും മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.